5 ദിവസം. ഇന്ന് നമ്മുടെ ആൻറ്റിഫൺ: ജനതകളുടെ രാജാവേ, സഭാജനങ്ങളെ ഒന്നിപ്പിക്കുന്ന മൂലക്കല്ലേ, ഓ വന്ന് ദുർബലനായ ഭൂമിയിലെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ഈ മനുഷ്യനെ രക്ഷിക്കൂ. നമ്മൾ ക്രിസ്മസിനെ സമീപിക്കുകയാണ്. എല്ലാ ജനതകളുടെയും രാജാവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? യഹൂദന്മാരുടെ ചിന്താഗതി അനുസരിച്ച് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനവും ബാക്കി എല്ലാവരും അന്യരും ആയിരുന്നു, പുറം ജാതിക്കാർ. എന്നാൽ ഈശോയുടെ പുൽക്കൂടിന് ചുറ്റും ഈ 2 ജനങ്ങളും ഒന്നിച്ചു മുട്ടുകുത്തുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്ക് പറയുന്നത് ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന മൂലക്കല്ലേ എന്ന്. പെന്തക്കുസ്താ ദിവസം യഹൂദരും പുറം ജാതിക്കാരും പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മാമോദിസ സ്വീകരിച്ചു. ഒരേ സമൂഹമായി, വിശ്വാസികളുടെ സമൂഹമായി അങ്ങനെ സഭ രൂപപ്പെട്ടു. അവിടെ ഗ്രീക്കുകാരൻ, പണക്കാരൻ, പാവങ്ങൾ എന്ന കറുത്തവരെന്നോ വെളുത്തവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ സഭയെപ്പറ്റി പറയുന്നത്. ക്രിസ്തു ഈ സഭയുടെ മൂലക്കല്ല്. ഈ മഹാരഹസ്യത്തിൻ്റെ ആദ്യ നിമിഷം ഈശോയുടെ പുൽക്കൂട്ടിൽ തന്നെയാണ് സംഭവിക്കുന്നത്. അവിടെ യഹൂദരായ പാവപ്പെട്ട ഇടയന്മാർ തങ്ങളുടെ ആട്ടിൻ പറ്റത്തിലെ മുഷിഞ്ഞ മണവുമായി മുട്ടുകുത്തിയപ്പോൾ, മറ്റൊരു വശത്ത് വിജാതീയരായ 3 പൂജ രാജാക്കന്മാർ സ്വർണത്തിൻ്റെയും മീറയുടെയും മണവുമായി ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി. അവിടെ കാളയുടെയും ആടിൻ്റെയും ശ്വസനികൾ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മാലാഖമാരുടെ പാട്ടുകളും ഉണ്ടായിരുന്നു. അതായത് സ്വർഗവും ഭൂമിയും, ധനികരും പാവങ്ങളും, പക്ഷികളും മൃഗങ്ങളും ഒന്നിച്ച് ആ പൈതലിനെ ആരാധിച്ചു. ആ കുഞ്ഞു പൈതൽ ദൈവമാണെന്ന് എല്ലാവരും ഒന്നിച്ച് ഏറ്റുപറഞ്ഞു. മൂലക്കല്ല് ബാക്കിയുള്ള നിർമ്മാണത്തിന് പിന്തുണയും ശക്തിയും സ്ഥിരതയും നൽകുന്നു. മൂലക്കല്ലില്ലാതെ ഒരു കെട്ടിടം പണിയുക എന്നതിനർത്ഥം അത് വീഴാൻ വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ്. കാരണം അതിനടിസ്ഥാനമില്ല. യഹൂദരുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ്. അതുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം: വരൂ കർത്താവേ, വിഭജിച്ചിരിക്കുന്നതിനെ ഒന്നിപ്പിക്കൂ. വേർപിരിയലിൻ്റെയും വിയോജിപ്പിൻ്റെയും പൊരുത്തക്കേടിൻ്റെയും വക്കിൽ നിൽക്കുന്ന ദമ്പതികളുടെ ഇടയിലേക്ക്, മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ വിയോജിപ്പുണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്ക്, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ, പണക്കാരനും ദരിദ്രനും ഇടയിൽ, രാഷ്ട്രീയക്കാരനും സാധാരണ പൗരനും തമ്മിലുള്ള വിയോജിപ്പുണ്ടെങ്കിൽ അവരുടെ ഇടയിലേക്ക്. കർത്താവേ വരൂ, ഈ ജനത്തെ ഒന്നിപ്പിക്കണമേ. യേശുവിൻ്റെ അന്ത്യ അത്താഴത്തിലെ നമ്മെ വിട്ടുപോകുന്നതിന് മുമ്പ് ഉള്ള വൈദിക പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: പിതാവേ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങ് എനിക്ക് തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു. അവർ പൂർണ്ണമായും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും അവർ എന്നിലും ആയിരിക്കുന്നതിനും അവർ നമ്മെപ്പോലെ ഒന്നാകാനും വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. അപ്പോൾ ഇന്ന് പുൽക്കൂട ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉണ്ടാക്കിയവർ അതേ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം: സഭാജനങ്ങളെ ഒന്നിപ്പിക്കുന്ന മൂലക്കല്ലേ, വരൂ, ഞങ്ങളെ, ദുർബലരായ ഞങ്ങളെ സ്നേഹത്തിൽ ജീവിക്കാൻ ഒന്നിപ്പിക്കാൻ വരൂ എന്ന്.